എൻ്റെ പേര് അനു. ഞാൻ കോതമംഗലം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡ് റോബിൻ, കുഞ്ഞ് ആൻഡ്രിയ. ഈ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 12 വർഷമായി. 12 വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത് കഴിഞ്ഞ 2023 മാർച്ച് മാസം 25-ാം തീയതിയാണ്. എനിക്ക് 12 പ്രാവശ്യം അബോർഷൻ ഉണ്ടായതും 3 മാസം അല്ലെങ്കിൽ 2.5 മാസം ആകുമ്പോൾ ബ്ലീഡിങ് ആയിട്ടാണ് എനിക്ക് അബോർഷൻ ആയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ യൂട്യൂബ് ചാനലിൽ കുറേ പേരുടെ 10 വർഷം 18 വർഷമൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങളുണ്ടായ കുറേ പേരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായി. അതിനുശേഷം ഞാൻ ഉടമ്പടി ധ്യാനം കൂടി, യൂട്യൂബ് വഴി ഉടമ്പടി ധ്യാനം കൂടി. അപ്പോൾ എനിക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് അതിൽ നിന്ന് മനസ്സിലാവാനിടയായി. അതിൻ്റെ ഫലമായി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഫെബ്രുവരി മാസത്തിലാണ്. ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്കൊരു തെളിവ് തരണമെന്നും 2024 വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണമെന്നും ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ 2022 ഡിസംബറിൽ പ്രഗ്നൻ്റായി. അത് കൃത്യമായിട്ട് 2023 ഫെബ്രുവരി മാസം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് എനിക്കത് അബോർഷനായി DNC ചെയ്തു. അതിനുശേഷം ഞാൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നാട്ടിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. മാർച്ച് 25-ാം തീയതി തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഏപ്രിൽ മാസത്തിൽ എനിക്ക് കുഞ്ഞ് പ്രഗ്നൻ്റായി. അതിനുശേഷം എപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ 10ാമത്തെ ആഴ്ച ആയപ്പോൾ അതും ബ്ലീഡിങ് ആയപ്പം ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചു. കൃപാസന മാതാവേ, ക്രൂശിതനായ ഈശോയുടെ രക്തത്താൽ എൻ്റെ കുഞ്ഞിനെ കാത്തോണെ അനുഗ്രഹിക്കണമേ എന്നും. അതിൻ്റെ ഫലമായിട്ട് ആ ബ്ലീഡിങ് ക്ലോട്ടായിട്ട് എൻ്റെ ഉള്ളിൽ കിടന്നത് 3 മാസം കൊണ്ട് അത് വലിഞ്ഞു പോയി. എനിക്ക് 3 മാസം ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതിനുശേഷം യാതൊരു കുഴപ്പമില്ലാതെ കഴിഞ്ഞ ജനുവരി മാസം എനിക്ക് കുഞ്ഞിനെ ലഭിച്ചു. അതുപോലെ ഈ കുഞ്ഞിന് എനിക്ക് ഗൾഫിലോട്ട് തിരിച്ചു പോയതിൻ്റെ ഫലമായിട്ട് എനിക്ക് അനോമലി സ്കാൻ ചെയ്യണമായിരുന്നു. അപ്പോൾ കുഞ്ഞ് എന്ത് ചെയ്താൽ തിരിഞ്ഞു കിടക്കുന്നില്ല, ഡോക്ടർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കൃപാസനത്തിൽ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മാതാവേ, എൻ്റെ കുഞ്ഞ് ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ 5 മിനിറ്റിനുള്ളിൽ കുഞ്ഞ് തിരിയുകയും ഡോക്ടർ പറഞ്ഞു ഇയാളുടെ സ്കാൻ കഴിഞ്ഞു, കുട്ടി നോർമലാണെന്ന്. അതിനുശേഷം ഞങ്ങൾ ഗൾഫിൽ തിരിച്ചു പോയി. എനിക്ക് 32 ആഴ്ചയായപ്പോൾ എനിക്ക് തിരിച്ച് നാട്ടിലോട്ട് വരണം. അപ്പം ഞങ്ങൾ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ പോരുക. അന്നേരം അവിടുത്തെ ഞങ്ങളുടെ വണ്ടി വിൽക്കണം. എന്ത് ചെയ്താൽ വണ്ടി വിൽക്കാൻ പറ്റത്തില്ല. 32 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കയറി തിരിച്ചു വരണം. ഒരാഴ്ച മുമ്പ് എന്ത് ചെയ്താൽ വണ്ടി വിൽക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് നോക്കാം. അങ്ങനെ ഹസ്ബൻഡ് 7 ദിവസം കൃപാസനത്തിൽ ഉപ്പ് കാറിൻ്റെ ഡോറിലിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി. കൃത്യം 7-ാം ദിവസം, അതായത് എനിക്ക് 32 ആഴ്ച ആവുന്നതിന് തലേ ദിവസം വണ്ടി കച്ചവടമായി. അന്ന് തന്നെ ഞങ്ങൾ ഫ്ലൈറ്റിന് നാട്ടിലെത്തി. അല്ലെങ്കിൽ 32 ആഴ്ച കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഫ്ലൈറ്റിൽ കയറാൻ അവർ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞാൻ 32 ആഴ്ചയായപ്പോൾ നാട്ടിലെത്തി. ജനുവരിയിൽ ഞാൻ ഡെലിവറിയായി. എനിക്ക് കുഞ്ഞിന് 12 വർഷം കൂടി, അതായത് 13ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് 3 പേർക്കായിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. എല്ലാ ദിവസവും കുരിശ് വരയ്ക്കുമ്പോൾ ബൈബിൾ വായിച്ചിരുന്നു. അത് മുടങ്ങാതെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തിയായി ഞാനും എൻ്റെ അമ്മയും കൂടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിരുന്നു. പകുതി പത്രം നാട്ടിൽ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് ബെഡ് റെസ്റ്റായി. പിന്നെ ബാക്കിയുള്ള പത്രങ്ങൾ ഞാൻ കുവൈറ്റിലുള്ള വീട്ടിൽ കയറി ഇറങ്ങി ഓരോ വീടുകളിലും കൊടുത്തിരുന്നു. ഇത്രയും നന്മകൾ മാതാവിനും തിരുക്കുമാരനും 1000 ഒരു കോടി നന്ദി പറയുന്നു.